ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമിലാസ് ടേസ്റ്റി റെസിപ്പി. ഇന്ന് തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. നമ്മൾ തലശ്ശേരിക്കാരുടെ മുട്ട സിർക്കയില്ലേ, അതിൽ നിന്നൊന്ന് വ്യത്യസ്തമായിട്ട് ഉഴുന്ന് ചേർത്തിട്ടുള്ള ഒരു പലഹാരം ഉഴുന്ന് സിർക്ക. നല്ല ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നേരെ വീഡിയോയിലോട്ടേക്ക് പോകാം. 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഉഴുന്ന്. നിങ്ങൾക്ക് ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് ഉഴുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, ഒരു 3-4 വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ ഞാൻ 3-4 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂർ വരെ ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുതിരാൻ വേണ്ടി മാറ്റി വെക്കണം. അങ്ങനെ നമ്മുടെ പച്ചരിയും ഉഴുന്നും നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് മിക്സിയിൽ ഇത് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരക്കുന്ന സമയത്ത് ഒരു 5 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ കൂടെ തന്നെ 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, ഇതും കൂടി കൂട്ടിയിട്ടാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സൈഡിലുള്ള ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അത് നമുക്ക് അരച്ചെടുത്ത് വരാം. അങ്ങനെ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് എല്ലാം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കട്ടിയിലാണ് അരച്ചെടുക്കേണ്ടത്. വീഡിയോ കാണുന്നത് പോലെ നിങ്ങൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 മണിക്കൂർ നേരെ മാറ്റി വെക്കണം. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഈ മാവിൽ ഒന്നുകൂടി കട്ടിയായിട്ടുണ്ടാകും. അഥവാ കട്ടിയായിട്ടുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെയുള്ള കൺസിസ്റ്റൻസിയിലാണ് നിങ്ങൾ മാവ് കലക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, അധികം എരിവില്ലാത്ത പച്ചമുളകാണിത്. അതേപോലെ തന്നെ 1 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റാണിത്. ഞാൻ നല്ല വൃത്തിയായി കഴുകി പീലൊക്കെ ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉള്ളി, ഇതേപോലെ ചെറുതായി അരിഞ്ഞത്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ, ചെറുതായിട്ട് തന്നെ അരിഞ്ഞത് തന്നെ നിങ്ങൾ ആഡ് ചെയ്യണം. അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്തൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഉപ്പും ക്യാരറ്റും അതേപോലെ പച്ചമുളകും ഉള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉഴുന്ന് സിർക്ക ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ നമ്മുടെ ഉഴുന്ന് സിർക്ക ഇത് പൊങ്ങിയൊക്കെ വരുന്നുണ്ട്. ഇതാ വീഡിയോയിൽ കാണുന്നില്ലേ, അതേപോലെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്ന് സിർക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതേപോലെ ഡിന്നർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടിയുണ്ട്, അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്ക് ഉഴുന്ന് സിർക്കയ്ക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി ഒരു ചമ്മന്തി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ 1 കപ്പ് ചിരകിയ തേങ്ങ എടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു അല്പം വെള്ളം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് ചമ്മന്തിയാക്കി എടുക്കാം. അങ്ങനെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു രൂപത്തിലാണ്. നമുക്ക് ഇതിലേക്കൊന്ന് കടുക് ചട്ടി ആച്ചു വയ്ക്കണം. ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണേ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് ഒരു 2 കായ്മുളക് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കായ്മുളകും ഒക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ തീ വളരെ ലോ സിമ്മിലിട്ട് വെക്കുക. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി, ഒരുപാട് അങ്ങ് തിളച്ച് പോകണ്ട. ഇതാ ഈ ഒരു തിള മാത്രം. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി ചൂടാറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത പുതിയ റെസിപ്പിയുടെ വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.